സുരേഷ് സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ ഇനിയും വന്നിട്ടില്ലാത്തൊരു വാർത്തയെക്കുറിച്ചാണ്. മാത്രമല്ല അടുത്തുള്ള ഇനിയുള്ള ആഴ്ചകളിൽ ഇന്ത്യൻ സാമൂഹ്യ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി തീരാവുന്ന ഒരു ടോപ്പിക് നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ന്യൂസിനെ മുൻനിർത്തിയാണത്. ഇന്ത്യയിലാകെ വളരെ പ്രധാനപ്പെട്ട സ്വത്ത് തർക്കങ്ങൾ, സിവിൽ കേസുകൾ, ഒരിക്കലും തീരാത്ത വഴക്കുകൾ, കയ്യേറ്റങ്ങൾ, അത് തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ, വ്യക്തികൾ തമ്മിലും സ്ഥാപനങ്ങൾ തമ്മിലും, വ്യക്തികൾ തമ്മിലും ഗവൺമെന്റുകൾ തമ്മിലും സ്ഥാപനങ്ങളും ഗവൺമെന്റുകളും തമ്മിലും ഒക്കെയുള്ള തീരാത്ത കേസുകളും വഴക്കുകളും നിയമ നടപടികളുമായിട്ട് കീറാമുട്ടിയായി കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ പലപ്പോഴും ഗവൺമെന്റുകൾ കൈവെക്കാൻ മടിക്കുന്ന ഒരു ചൂടേറിയ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൈവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ആണ് വാർത്ത. ഈ ആഴ്ച പാർലമെന്റിൽ ഒരു പുതിയ നിയമമല്ല, അതിനെ നിയമ ഭേദഗതി എന്ന് വിളിക്കാനാണ്. പുതിയൊരു നിയമനിർമ്മാണമല്ല, നിയമ ഭേദഗതി. ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ വഖഫ് നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ബോഡികൾ വഖഫ് ബോർഡുകളാണ്. സെൻട്രൽ വഖഫ് ബോർഡ് ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നതാണ്, ഗവൺമെന്റ് ആണ് അത് നിയമിക്കുക. അതാത് കാലത്തെ ഗവൺമെന്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആണ് അതിന്റെ വിദഗ്ധന്മാരെ തെരഞ്ഞെടുക്കുക. ചെയർമാനും മെമ്പർമാരുമാണ് ഉണ്ടാവുക. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അതുപോലെ തന്നെ അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഈ റവന്യൂ എന്ന് പറയുന്ന ഒരു വകുപ്പിന് കീഴെ വരുന്ന ഭൂമിയുടെ മേലുള്ള സ്വത്തുക്കൾക്ക് മീതെയുള്ള അവകാശമായതുകൊണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും അതിൽ അവകാശമുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് വഖഫ് ബോർഡുകളുണ്ട്. കേരളത്തിലെ വഖഫ് ബോർഡ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് അനുസരിച്ച് മാറി വരുന്ന ബോർഡുകളാണ് ഉണ്ടാവുക. ഇപ്പോ അഡ്വക്കേറ്റ് സക്കീറാണ് അതിന്റെ ചെയർമാൻ. പ്രധാനപ്പെട്ട മുസ്ലിം സമുദായ സംഘടനകളുടെയൊക്കെ പ്രാതിനിധ്യം ഉള്ള വിധമായിരിക്കും അതിന്റെ അംഗത്വം. കേരളത്തിലെ എല്ലാ സുന്നികൾക്കും അതിൽ അംഗത്വം ഉണ്ടാവും, എല്ലാ മുജാഹിദുകൾക്കും ഉണ്ടാവും, ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാവും. അങ്ങനെയാണ് പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ വീതിച്ചെടുക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫലത്തിൽ സംഭവിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഈ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള നെക്സസ് പലപ്പോഴും വലിയ വഴക്കുകൾക്കും അഴിമതിക്കും ഇടയാക്കുന്നുണ്ട്. ഇപ്പോ നിലവിലുള്ള കേരള വഖഫ് ബോർഡിലെ 2 അംഗങ്ങൾ ചേർന്ന് വലിയ കൃത്രിമങ്ങൾ, അഴിമതികൾ, സ്വജനപക്ഷപാതം, വഖഫ് സ്വത്തുക്കളൊക്കെ ഇങ്ങനെ സ്വന്തക്കാർക്ക് കൈമാറുന്നതുമായ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് പൊതുജനങ്ങൾക്ക് അതിനകത്ത് റോളില്ലാത്തത് കൊണ്ടും ഈ പൊതു നിയമത്തിന്, രാജ്യത്തിന്റെ പൊതു നിയമങ്ങൾക്ക്, കോടതികൾക്ക് ഇല്ലാത്ത അവകാശം ഈ വഖഫ് ബോർഡുകൾക്ക് നിലനിൽക്കുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് സുരേഷ് സാറ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഈ വാർത്താ ശകലം വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു ഭരണപരിഷ്കാരമായി തീരുമെന്നാണ് എന്റെ വിശ്വാസം. അത് എനിക്ക് തോന്നുന്നു 1954 മുതൽ, സത്യത്തിൽ 54 നിർമ്മിച്ചൊരു നിയമമാണ്. ആലോചിച്ച് നോക്കൂ. സ്വാതന്ത്ര്യാനന്തര ഭാരതം പിച്ച വെച്ച് തുടങ്ങുന്ന കാലത്ത്, നമ്മുടെ ലിറ്റിഗേഷൻ ഒന്നും അതിന്റെ പക്വതയിൽ എത്താത്ത കാലത്ത് നിയമിക്കപ്പെട്ട വളരെ അപക്വമായ ഒരു നിയമമാണ് ഇപ്പോഴും ചെറിയ ഭേദഗതികളോടെ നിലനിൽക്കുന്നത്. പക്ഷെ ഭേദഗതികൾ 95 ഭേദഗതി വന്നു, വളരെ വിപുലമായ ഭേദഗതി വന്നു. ഈ 2013 ഈ UPA ഗവൺമെന്റിന്റെ അവസാന കാലത്ത് വന്ന ഭേദഗതി ആവട്ടെ, അന്ന് വരെ ഇല്ലാത്ത അവകാശങ്ങൾ ഈ വഖഫ് ബോർഡുകൾക്ക് കൊടുക്കുകയുണ്ടായത്. ഏതാണ് വഖഫ് ബോർഡ് ഏതാണ് വഖഫ് സ്വത്ത് എന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം, ഏത് വഖഫ് ബോർഡ് ഏതൊക്കെ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള അവകാശം, ഏതൊക്കെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചെടുക്കാനുള്ള അവകാശം, ഇത് മുഴുവനും സമ്പൂർണമായി വഖഫ് ബോർഡിൽ നിശ്ചിതമായ വല്ലാത്തൊരു അവസ്ഥ നിലവിലുണ്ട്. അതിന് മാത്രമല്ല വഖഫ് ബോർഡിന്റെ നിർണയത്തെ, ഏതെങ്കിലും തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പിന്നെയുള്ളത് ആകെ ഒരു വഖഫ് ട്രിബ്യൂണലാണ്. അതിന് കോടതിയുടെ പവർ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട പരിമിതി, വഖഫ് ട്രിബ്യൂണൽ ഒരു തർക്കത്തിൽ തീരുമാനമെടുക്കാൻ കാലപരിധിയില്ല. അതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമുണ്ട്, വഖഫ് ട്രിബ്യൂണലിൽ 25 കൊല്ലമായിട്ടും തീരുമാനമാകാതെ കിടക്കുന്ന തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ നിർണായകമായ ഒരു നിയമ ഭേദഗതിക്കാണ് സെൻട്രൽ ഗവൺമെന്റ്. തീർച്ചയായിട്ടും അത് മുൻകൈ എടുക്കുമ്പോൾ ചർച്ച വരും, വിയോജിപ്പ് വരും, തർക്കങ്ങൾ വരും, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയേക്കും. നമ്മൾ ഇന്ന് സംസാരിച്ചു തുടങ്ങുന്നു. സാറ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയിലെ മൊത്തം നിയമനിർമ്മാണങ്ങൾ, ഇത് നമ്മുടെ സിവിൽ നിയമങ്ങളുടെ പരിഷ്കാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്, എന്റെ സ്വത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ അനന്തരാവകാശമായി എന്റെ മക്കൾക്ക് ലഭിക്കേണ്ട സ്വത്തുക്കൾ, അതിൽ നിന്നൊരു പങ്കെടുത്തിട്ട് ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കപ്പെട്ട സ്വത്തിന് പിന്നീട് അവകാശികൾ മക്കളുമല്ല രാജ്യവും അല്ലാത്ത ഒരു ഏജൻസി വരികയാണ്. അതാണ് ഈ വഖഫ് ബോർഡ്.
അവർക്ക് അതിന്റെ മേൽ എന്ത് നടപടിയും എടുക്കാം, എന്ത് കൃത്രിമവും കാണിക്കാം. അതൊരു വല്ലാത്ത അധികാര കേന്ദ്രമായി മാറുകയാണ്. 10 ലക്ഷത്തോളം ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത പറയുന്നതനുസരിച്ച് 10 ലക്ഷത്തോളം ഏക്കർ ഭൂമി, ചെറുതല്ല സർ, 10 ലക്ഷത്തോളം ഏക്കർ ഭൂമി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ, ഇന്ത്യ രാജ്യത്ത് ആരുടേതുമല്ലാത്ത ഈ വഖഫ് ബോർഡിന്റേതായിട്ട് കിടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയരേണ്ടതാണ്. ഈ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ അനന്തമായി തർക്കങ്ങളിലേക്ക് പോകേണ്ടതാണോ? അതല്ല രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൊതുസ്വത്തായി പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണോ? രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയാൽ ദൈവവിശ്വാസിയായ ഏത് മനുഷ്യനും അത് അത് അവരുടെ ആത്മാവിന് എന്ന് വഖഫ് ചെയ്യാന്ന് വെച്ചാൽ ഡെഡിക്കേറ്റ് ചെയ്യുക ദൈവത്തിന്. എന്ന് വഖഫ് ചെയ്തതാണെങ്കിലും രാജ്യത്തിന്റെ നന്മയ്ക്ക്, രാജ്യത്തിലെ അബലരായ അബലകളായ മനുഷ്യരുടെ നന്മയ്ക്ക്, രാജ്യത്തിന്റെ പുരോഗതിക്ക് അത് ഉപയോഗിച്ചാൽ ഏത് ദൈവമാണ് കോപിക്കുക? അങ്ങനെ ദൈവമാർഗത്തിൽ നിക്ഷേപിക്കപ്പെട്ട സ്വത്ത്, അതിനുവേണ്ടി നീക്കിവെച്ച സ്വത്ത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ആ മനുഷ്യർക്ക് പോലും അതുകൊണ്ട് വിരോധം ഉണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിത്യ തർക്കത്തിൽ കിടക്കുകയും ഒരിക്കലും പ്രയോജനപ്പെടാതെ പോവുകയും ചെയ്യുന്ന വലിയ സമ്പത്തിന്റെ ഉടമയായ ഒരു സ്ഥാപനമാണ് വഖഫ് ബോർഡ്. അതിന്റെ അധികാരികൾ കേന്ദ്ര വഖഫ് ബോർഡ് ആകട്ടെ, സ്റ്റേറ്റ് വഖഫ് ബോർഡ്സ് ആവട്ടെ, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അതുകൊണ്ട് ഈ ഈ ഈ സ്വത്തിന്മേൽ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം വരുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇതിന്റെ പരമാധികാരിയായിരിക്കും എന്നാണ് ഞാൻ കണ്ടത്. ആ വാർത്തയിൽ കാണുന്നത് വഖഫ് ബോർഡിന് മീതെ, വഖഫ് ബോർഡ് എന്ത് തീരുമാനം എടുത്താൽ അത് വെരിഫൈ ചെയ്യാനുള്ള അവകാശം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഉണ്ടാകും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു ജില്ലയിലെ ജീവനും മാനവും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാരിന്റെ നേരിട്ടുള്ള ഏജൻസിയാണ്. അവർക്ക് അവകാശം നൽകുക, അവർക്ക് ഒരു മോണിറ്ററിംഗ് പവർ നൽകുന്ന ഒരു നിയമനിർമ്മാണം ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നാലും എനിക്ക് തോന്നുന്നത് മനസാക്ഷിയുള്ള ഇന്ത്യൻ പൗരന്മാർ അത് കൈയടിച്ച് സ്വീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. സാറിന്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം ഒരു 15 മിനിറ്റ് നേരെ സംസാരിക്കാം ഈ വിഷയത്തെക്കുറിച്ച്. എന്തായാലും അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, ABC ഫ്ലോറിലാണ് മലയാളത്തിൽ ആദ്യമായി ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നത്. സന്തോഷത്തോടെ സുരേഷ് സാർ അങ്ങ് സംസാരിക്കും. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വഖഫിന് സ്ഥലം കൊടുക്കുന്നത് നമ്മളൊരു ഇക്വലന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങൾക്ക് പണ്ടത്തെ രാജാക്കന്മാര് കുറെ ഭൂമി കൊടുത്തിരുന്നു. അതിൻ്റെ അടുത്ത് അമ്പലത്തിനധികം വരുമാനമില്ല, പക്ഷെ ഈ ഭൂമിന്ന് വരുന്ന വരുമാനത്തിന് എടുത്തിട്ട് അമ്പലം നടത്താന്നുള്ളതിൻ്റെ ഒരു ഇതായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലല്ല ഭാരതദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ, ദാറ്റ് ഇസ് ലാൻഡ് അസറ്റ് ഉണ്ടായിരുന്ന അമ്പലമായിരുന്നു കൂടൽമാണിക്യം ക്ഷേത്ര ഇരിഞ്ഞാലക്കുട. പറയാൻ ഇപ്പോഴത്തും കേരള ഹൈക്കോർട്ട് കേസ് നടക്കുന്ന 75,000 ഹെക്ടർ ഭൂമിയായിരുന്നു കൂടൽമാണിക്യത്തിനുണ്ടായിരുന്നത്. അതാണ് കൂടൽമാണിക്യത്തിന് വേറൊരു ദേവസ്വം വെച്ചേക്കണം. അല്ലാണ്ട് അവര് ട്രാവൻകൂറും കൊച്ചിൻ അങ്ങനെ ഒരു ഇതില്ല, വേറൊരു ദേവസ്വം ബോർഡാണ്. അത് കാരണം ഇതാണെന്ന് പറയും. ഞാനത് കേസ് ഡീൽ ചെയ്യുന്ന ആൾക്കാർ TR രമേശും ഇവരൊക്കെ ഉണ്ട്, പിന്നെ സായിദീപ് ഒക്കെ ഉണ്ട്, ഇവരൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു കേസാണ് ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ നടക്കുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്ന അവരുടെ കയ്യിൽ ആകെയുള്ളത് 200 ഏക്കറാണ് സ്ഥലം, അത്രയേ ഉള്ളൂ. കുറെ സ്ഥലം ഡൊണേറ്റ് ചെയ്ത് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ക്രൈസ്റ്റ് കോളേജിൽ ഞാനവിടെ നിൽക്കുന്ന സ്ഥലം കൂടൽമാണിക്യത്തിൻ്റെ ആണെന്ന് പറയുന്നത്. അതേമാതിരി കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ പോയി കിട്ടി കയ്യിൽ നിന്ന്. പക്ഷെ തുച്ഛ വിലയ്ക്കാണ് ലീസിന് കൊടുത്തേക്കുന്നത്. 99 കൊല്ലത്തിനും ഏതോ ₹1 ഒരു ഏക്കറിനൊക്കെ ആയിട്ട് കൊടുത്തത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സെക്യുലർ ഗവൺമെന്റ് ആവുമ്പോൾ, ശരിയാണ് 1954 ഇത് ആദ്യമായിട്ട്, 53 ഇത് നിയമം കൊണ്ടുവന്നത് നെഹ്റു ആയിരുന്നു അന്ന് കാലത്ത്. പക്ഷെ അതിന്റെ ഒരു ഈക്വലന്റ്, ഈ പ്രൊട്ടക്ഷൻ ശരി വഖഫിന് കൊടുത്തു, അതേ പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്താണ് അമ്പലത്തിന്റെ സ്ഥലങ്ങൾക്കും കൊടുക്കാണ്ടിരുന്നതെന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. ബിക്കോസ് അതേമാതിരി വഖഫിൽ കിടക്കുന്ന മാതിരി തർക്കം തന്നെ ഇവിടെ പക്ഷെ കോടതിയിലാണ്. ബിക്കോസ് ഇവിടെ ഒരു സെപ്പറേറ്റ് ദേവസ്വം തന്നെ വിൽക്കുകയാണ് സ്ഥലം. പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ദേവസ്വം തന്നെ സ്ഥലങ്ങൾ വിൽക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥലം അടിച്ചു മാറ്റുകയാണ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞാൽ ഇത് എനിക്കറിയാം ഹൈദരാബാദില്, ബിക്കോസ് ഇതൊരു ടെക്നിക്കലി നിസാമിന്റെ രാജ്യമായിരുന്നു ഓൾമോസ്റ്റ് ഒരു 200 കൊല്ലം വരെ. ഇവിടെ കുറെ തർക്കങ്ങളുണ്ട്. തമാശ എന്താണെന്നാണ് പണ്ട് പറയാറുണ്ട്, നിസാം പോണ വഴിക്ക് കൈ റൈറ്റിലേക്ക് കാണിച്ചിട്ട് പറയും, ഈ സ്ഥലങ്ങളെല്ലാം നിന്റെയാണ്, നീയാണ് അവിടുത്തെ ജാഗിർദാർ എന്ന് പറയും. ജാഗിർദാർ എന്നാൽ നീയാണ് സ്ഥലത്തിന്, നിന്റെ സ്ഥലമാണിത്, ഇവിടുന്നുള്ള ടാക്സ് നീ എനിക്ക് കളക്ട് ചെയ്ത് തരണം. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതേ നിസാം പിന്നെ ലെഫ്റ്റ് സൈഡ് കൈ കാണിച്ചിട്ട് പറയും, ഈ സ്ഥലമൊക്കെ നിന്റെയാന്ന് പറയും വേറൊരുത്തരുടെ അടുത്ത്. അപ്പൊ അവിടുത്തെ തർക്കം വന്നു. ഒറ്റ സ്ഥലത്തിന് ഹൈദരാബാദ് സിറ്റിയിൽ ചില സ്ഥലങ്ങൾക്ക് 10 അവകാശികളുണ്ട്. അതേമാതിരി കുറെ സ്ഥലങ്ങൾ ഹൈദരാബാദ് സിറ്റിയിൽ ഈ പറഞ്ഞ മാതിരി വഖഫിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഇവർ അടിച്ചു മാറ്റി ചിലവർ ദർഗ പണിതു, ചിലവർ വേറെ കോൺസെപ്റ്റ് എടുത്തു കൊണ്ടു. പക്ഷെ ഈ സൗദി അറേബ്യയിലും വേറെ ഒറ്റ ഇസ്ലാമിക് രാജ്യത്ത് ഇല്ലാത്തൊരു നിയമം ഭാരതദേശത്തിൽ എങ്ങനെ വന്നു സാറേ? അതാണ് എനിക്കൊരു ചോദ്യം. ബിക്കോസ്
ഈ സെക്യുലർ സ്റ്റേറ്റിന് ഇത് ഉണ്ടാവാൻ പാടില്ല. സെക്യുലർ എന്ന് പറഞ്ഞാൽ ഒറ്റ റിലീജിയനും ഫേവർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ സ്ഥലമുണ്ട്. നാളെ ശരിയാണ്, ഏറ്റവും കൂടുതൽ ലാൻഡ് ബാങ്ക് ഉള്ളത് ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞുള്ളത് മറ്റേ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലാണ് ഉള്ളത്. അത് നമുക്ക് അതെ. പിന്നെയും മനസ്സിലാക്കാം. കുറെ കാലം ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ അവര് കുറെ സ്ഥലങ്ങൾ കൊടുത്തിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ എന്റെ ഉം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, ഈ ലീഗൽ സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചാലഞ്ച് ചെയ്യാൻ അതോറിറ്റി പോലും ആർക്കും ഇല്ല. നമ്മൾ അറിഞ്ഞ തമിഴ്നാട് ഒരു ഫേമസ് കേസിലാണ് ഇതൊക്കെ പുറത്തു വന്നത്. ഒരാള് അയാളുടെ മോളുടെ കല്യാണത്തിന് കുറച്ച് സ്ഥലം വിൽക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ഈ അമ്പലത്തിന്റെ സ്ഥലം, അമ്പലത്തിന് കൂടെ നിന്ന സ്ഥലമായിരുന്നു അത്, അതും വഖഫ് ബോർഡിന്റെ സ്ഥലമാണെന്ന്. അമ്പലം എന്തോ വേറെ അമ്പലം പറഞ്ഞു, അവരുടെ അമ്പലം തന്നെ 3000 കൊല്ലം പഴക്കമുള്ളതാണ്. ഇസ്ലാം അത് കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അത് വഖഫിന്റെ ഉം. സ്ഥലമാവുക എന്ന് ചോദിച്ചൊരു ആ കേസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു സെക്യുലർ സ്റ്റേറ്റിന് ഈ പറഞ്ഞ ഈ ഒരു പവർ കൊണ്ടുവരാൻ അതോറിറ്റി, അതുപോലെ ഈ വഖഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ എങ്ങനെയാണ് സാർ വന്നത്? അതിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ടാണോ ഈ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്? എന്തായിരുന്നു അതിന്റെ ഒരു തോട്ട് പ്രോസസ്? എന്തായിരുന്നു, എന്തായിരിക്കും 53 കൊണ്ടപ്പോ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിട്ടുണ്ടാവില്ലോ സാറേ? ഉണ്ടായിരുന്നു സാർ. അത് വളരെ കൃത്യമാണ്. അത് ഇത് ഈ അവനവന്റെ സ്വത്തുക്കളിൽ ഒരു പങ്ക് അനന്തരാവകാശമായി മാറ്റിവെക്കുന്നതിന് മുമ്പ് ഒരു പങ്ക് ദൈവീകമായ ഉദ്ദേശത്തിന് വേണ്ടി, അത് ആ കാലത്തൊക്കെ നമ്മുടെ പള്ളികളിലും ദർഗാ ഷരീഫുകളിലും ഒക്കെ അഗതികൾക്ക് ആഹാരം കൊടുക്കുമായിരുന്നു, വിദ്യാഭ്യാസം കൊടുക്കുമായിരുന്നു, വലിയ തോതിലുള്ള ഏത് പാവപ്പെട്ടവൻ വന്നാലും ഫുഡ് കൊടുക്കും, എല്ലാ പാവപ്പെട്ട കുട്ടികളെ അവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു. അന്നത്തെ ഒരു വിദ്യാഭ്യാസത്തിന്റെ പരിമിതി അതിനുണ്ടായിരുന്നു. അത് അക്കാലത്ത് മതവിദ്യാഭ്യാസം, മദ്രസകൾ, ആ കൺസെപ്റ്റ് ഒക്കെയാണ്. എങ്കിലും അത് പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന മട്ടിലാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ അതില് അതിനെ തന്നെ വളരെ ബ്രോഡായിട്ട് ഉപയോഗിച്ച് വലിയ അർത്ഥത്തിൽ ഉപയോഗിച്ചവരുണ്ട്. പിൽക്കാലത്ത് ഈ ജനാധിപത്യ ഗവൺമെന്റുകൾ വന്നപ്പോ ഈ വഖഫ് സ്വത്തിന്റെ കൈകാര്യകർത്താക്കളായ ആളുകൾ, അതിന്റെ കസ്റ്റോഡിയൻസ് ആയ ആളുകളൊക്കെ തന്നെ സാറ് പറഞ്ഞ പോലെ കോളേജുകൾക്ക് ഭൂമി വിട്ടുകൊടുത്തു. വഖഫ് സ്വത്ത് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ അപ്പോഴും വലിയൊരു പങ്ക് അതുപോലും തർക്കത്തിന് പോയി. ഇപ്പൊ ഗവൺമെന്റ് കോളേജുകൾക്ക് സ്ഥലം കൊടുത്തപ്പോ, ഇപ്പോ സാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല, നമ്മളെ കോളേജ്, കൊല്ലത്തെ കോളേജിന് സ്വത്ത് കൊടുത്തവരുടെ ലിസ്റ്റിൽ പലപ്പോഴും പറയപ്പെടാറില്ലാത്തൊരു പേര് നമ്മുടെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാണ്. കാരണം അദ്ദേഹം തീരുമാനിച്ചത്, അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വെളിച്ചം കൂടി അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ വെളിച്ചത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ വെളിച്ചം കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചത് തന്റെ സ്വത്ത്, ഇങ്ങനെ വഖഫിന് നീക്കി വെക്കാവുന്ന സ്വത്ത് ഒരു കോളേജിന്, അതും ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു കോളേജ് കൊല്ലത്ത് സ്ഥാപിക്കുമ്പോൾ ആ കോളേജിന് കൊടുത്താലും എന്റെ ദൈവത്തിന്റെ പ്രീതി കിട്ടുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ചരിത്രത്തിൽ കുറെ കൂടി പുറകോട്ട് പോയാൽ ഞാൻ കൗതുകം നിറഞ്ഞൊരു കാഴ്ച കാണാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛന് തഞ്ചാവൂരിൽ, തമിഴ്നാട്ടിൽ പോയി പഠിക്കണം എന്ന ആഗ്രഹം തോന്നിയപ്പോൾ ആ കുടുംബത്തിന്റെ കയ്യിൽ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. അന്ന് ആ പ്രദേശത്തെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സുഹൃത്തായിരുന്ന ഒരു ജലാലുദ്ദീൻ മൂപ്പൻ വന്നിട്ട്, ഞാൻ ദൈവമാർഗത്തിൽ വിനിയോഗിക്കാൻ വെച്ച കുറച്ച് പണമുണ്ട്, ആ പണം എന്റെ മോൻ പോയിട്ട് പഠിക്ക്, നീ വേദമോ കാവ്യമോ എന്ത് വേണമെങ്കിലും പഠിച്ചിട്ട് വാ, എന്നിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ അക്ഷരം പഠിപ്പിക്കാൻ വിനിയോഗിച്ചോളൂ, അത് എന്റെ ദൈവത്തിന്, സർവശക്തനായ അള്ളാഹുവിന് പ്രീതിയുള്ള കാര്യമാണെന്ന് പറയാൻ വിശാല മനസ്കത ഉണ്ടായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നമുള്ളത്, മുസ്ലിങ്ങളെയാണല്ലോ ഇത് ബാധിക്കുക. വഖഫ് സ്വത്ത് ഒരു മുസൽമാനായ ഒരാൾ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്, വഖഫ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടി ഉപകാരപ്പെടുന്ന മട്ടിൽ രാജ്യത്തിന് ഗുണകരമായ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻസ് ഈ നിയമങ്ങളിലില്ല, വഖഫ് നിയമത്തിലില്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. സാറ് പറഞ്ഞ പോലെ 54-ൽ പരിഷ്കരിച്ചു, 95-ൽ പരിഷ്കരിച്ചു, 2013-ൽ പരിഷ്കരിച്ചു. അപ്പോഴും ഇതിന്റെ പർപ്പസ് ഓഫ് വഖഫ്, സാർ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പർപ്പസ് ഓഫ് വഖഫ് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഡെഡ് അസറ്റ് ആയി കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ തർക്കത്തിലുള്ള ഭൂമിയായിട്ട് കിടക്കുക, ഒന്നുകിൽ തർക്കത്തിൽ അല്ലെങ്കിൽ ചത്തു കിടക്കുന്ന ഭൂമി, പ്രയോജനമില്ലാതെ തരിശു ഭൂമിയായി കിടക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാത്ത അസറ്റ് ആയിട്ട് കിടക്കുക. ഇത് സത്യത്തിൽ ഭൂമിയോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്, ദൈവത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. അത് അമെൻഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം എനിക്ക് തോന്നുന്നു, ഇനീഷ്യൽ സ്റ്റെപ്പ് വളരെ പോസിറ്റീവാണ്. ഇനീഷ്യൽ സ്റ്റെപ്പ് നമ്മുടെ വഖഫ് ട്രിബ്യൂണലുകളിൽ തർക്കത്തിൽ കിടക്കുന്ന, പതിറ്റാണ്ടുകളായിട്ട് തീർത്ത് കൽപ്പിക്കാതെ പോകുന്ന കേസുകൾക്ക് നമ്മുടെ ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഒരു ഹർജിയുമായി ചെന്നാൽ തീർപ്പുണ്ടാക്കാനുള്ള അവകാശം വരുന്നു എന്നതാണ്, അധികാരം വരുന്നു. നമ്പർ 1. നമ്പർ 2, വഖഫ് അടുത്ത സ്റ്റെപ്പിലെങ്കിലും വഖഫിന്റെ സ്വത്തിന്റെ പർപ്പസിനെ റീഡിഫൈൻ ചെയ്യാൻ അവകാശം ഉണ്ടാവണം. അത് ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഗവൺമെന്റുകൾക്ക് അതിനകത്ത് റോൾ ഉണ്ടാവണം. ജനാധിപത്യ ഗവൺമെന്റുകൾക്ക് റോളില്ലാത്ത ഒരു സ്വത്തും ഭൂമിയിൽ സത്യത്തിൽ ഒരു രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല.
വളരെ പോസിറ്റീവായ ഒരു കാര്യമാണത്. പക്ഷെ ഇപ്പോ ഇതൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങുകയെങ്കിലും ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലിറ്റിഗേഷൻ, ഇങ്ങനെ ഒരു ഒരു ഭരണഘടനാ ഭേദഗതി, ഒരു നിയമ ഭേദഗതിക്ക് സെൻട്രൽ ഗവൺമെന്റ് മുൻകൈ എടുക്കുമ്പോഴാണ്. അതുകൊണ്ട് വളരെ വളരെ ശരിയാണ്. ഈ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് വഖഫ് സ്വത്ത്, അതിന്റെ പർപ്പസ് എന്താണ്, പുതിയ കാലത്ത് അത് പ്രയോജനപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, അത് കൈകാര്യം ചെയ്യുന്നത് ഒരു ജനകീയ ഗവൺമെന്റിന്റെ കാലാനുസൃതമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കേണ്ടതല്ലേ? അത് അതാണ് സാറേ. അതിന്റെ തർക്കങ്ങൾ അനന്തമായി നീണ്ടുപോകാമോ? ഇനി വഖഫ് അതാണ്. സ്വത്ത് ഏതാണ് ഏതല്ല, ഇതിപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ വഖഫ് ബോർഡിൽ സാറേ, വഖഫ് ബോർഡിൽ രണ്ടുപേര് ചേർന്ന ഒരു നെക്സസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കി എത്രയോ കാലമായിട്ട് തർക്കമുള്ളതാണ്. ഒരു മുസ്ലിം ലീഗിന്റെ നേതാവും രണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ്. ഒരാൾ സുന്നിയുടെ കെയർ ഓഫിലും വരും, ഒരാൾ ലീഗിന്റെ കെയർ ഓഫിലും വരും. ഞാൻ തീർച്ചയായിട്ടും പേര് പറഞ്ഞ് തർക്കത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും നമുക്കൊക്കെ അവസരം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിയമനിർമ്മാണത്തെ കുറിച്ച് തർക്കം വരട്ടെ, ഇവരൊക്കെ രംഗത്ത് വരും, ഇതിനെതിരായി രംഗത്ത് വരും എന്ന് എനിക്കറിയാം. ഇവര് വളരെ കാലമായിട്ട് ഇത് വഖഫ് അല്ല എന്ന് പറഞ്ഞ് സ്വന്തക്കാർക്ക് ഭൂമി വിട്ടുകൊടുക്കുക, അപ്പൊ നിയമം ബാധകമല്ല. ഇത് അത് വഖഫാണ് ശരി. എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും അറ്റാച്ച് ചെയ്യുകയും. കാരണം ഈ ഭൂമിക്കൊക്കെ സാറേ ഈ ഒരു വലിയ പ്രധാനപ്പെട്ട പരിമിതി, എന്റെ വല്യപ്പ വല്യപ്പ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ആണ്. എന്റെ വല്യപ്പ ഒരു വഖഫ് ഭൂമി, ഒരു പറമ്പ് മുഴുവൻ ദാനം ചെയ്യുമ്പോ ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് അളന്നിട്ടില്ല, തിട്ടപ്പെടുത്തിയിട്ടില്ല, ആധാരം എഴുതിയിട്ടില്ല. അതിനാകെ വേണ്ടത് രണ്ട് സാക്ഷികൾ വേണം. എന്റെ വല്യപ്പ പറയുമ്പോ എന്റെ ഉപ്പയും എളാപ്പയും രണ്ടുപേര് സാക്ഷി ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് പ്രൂഫ്. അപ്പൊ അതുകൊണ്ട് ആ അത് ശരി. ഭൂമിയുടെ അതിര് എങ്ങനെയും നിശ്ചയിക്കാം, അത് കയ്യേറ്റം ചെയ്യാം. ഒരുപാട് പേര് ഇപ്പോ എന്റെ കൊണ്ടോട്ടി അങ്ങാടിയിൽ എത്രയോ വഖഫ് സ്വത്തുക്കൾ ആളുകൾ കയ്യേറി മതിൽ കെട്ടി തിരിച്ചിട്ട് പിന്നെ അവരുടേതാ. അത് അതാത് കാലത്തെ വഖഫ് ബോർഡ് ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊണ്ട് കൊടുത്താൽ അവരതിന്റെ ചുവട്ടിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് പലപ്പോഴും അന്യാധീനപ്പെട്ടു പോകുന്നത്. ഒന്ന്, ഈ മരിച്ചുപോയ ഈ സ്വത്ത് ദൈവത്തിന് സമർപ്പിച്ച മനുഷ്യരോടുള്ള അന്യായമാണ്. ദൈവത്തിന്റെ സ്വത്ത് അന്യായമായി കൈയടക്കുന്നതിന് കൂട്ടുനിൽക്കുന്നത് ദൈവദോഷമാണ്. സർവോപരി ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അത് ഉപയോഗപ്പെടുത്താൻ അവസരം നിഷേധിക്കുകയുമാണ്. ഇങ്ങനെ വളരെ മൗലികമായ ഒരു അനവധി പ്രശ്നങ്ങളിലാണ് കേന്ദ്ര ഗവൺമെന്റ് വെക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു 40 ധീരമായി കൈവച്ചാൽ ജനങ്ങളുടെ ശരി പിന്തുണയോടെ സാർ. കൈ പൊള്ളാതെ തന്നെ ആ നിയമം നിർമ്മിക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. നമുക്കിപ്പോഴും ആ 40 അമെൻമെന്റ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല സാർ. അത് കിട്ടുന്നത് ഞാൻ ഇല്ല ഷെയർ അല്ലേ? ചെയ്യാം സാറിന്റെ കൂടെ. 40 ഓക്കെ അമെൻമെന്റ് ഓക്കെ. ആണ് കൊണ്ടുവരുന്നത്. അതിന്റെ അർത്ഥം ഒരു അതെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഈ ദൗദി ബോഹ്റാസും അഹമ്മദിയാസും ഓഫ് ആ കോഴ്സ് നമ്മുടെ അവിടെ അസദുദ്ദീൻ ഒവൈസി അവരെ മുസ്ലിംസ് അല്ല എന്നാണ് പറയുന്നത്. അവരൊക്കെ ആ, അവരൊന്നും മുസ്ലിം അല്ല, അവര് ഞങ്ങൾ കൺസിഡർ ചെയ്യില്ല അല്ല മുസ്ലിം അല്ല. ആയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ അവര് ആ ആ, സെൻട്രൽ ഗവൺമെന്റിന് റെപ്രസെന്റേഷൻ കൊടുത്തേക്കുന്നത് ഞങ്ങൾക്കും ഈ വഖഫ് ബോർഡ് വഖഫിന്റെ അടിയിൽ വന്ന കാരണം ഞങ്ങളുടെ കുറെ സ്ഥലങ്ങളും ഇതേമാതിരി ഡിസ്പ്യൂട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പുതിയ ഭേദഗതി വേണം. ഞങ്ങളുടെ ഒരു മോഡേൺ യെസ്. ടൈംസ് ഇപ്പോൾ 54 ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 90 കൊല്ലമായി കഴിഞ്ഞ് 80 ആ കൊല്ലെങ്കിലും ഓഫ് കോഴ്സ്. ആയിട്ടുണ്ടാവില്ല. അവിടുന്ന് വന്ന് ഓ 75 കൊല്ലമായി നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഇത് വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി ഒന്ന് ലാൻഡ് ഡിജിറ്റൈസേഷൻ, നമ്മളൊന്ന് ഈ പറഞ്ഞ മാതിരി ഒരാൾ പറഞ്ഞു, ഒരാൾ എഴുതി, അത് ആധാരം എവിടെ പോയി ആർക്കും അറിയില്ല. അമ്പലങ്ങളുടെ ആധാരം തന്നെ ഇല്ല. പിന്നെയാണ് വേറെ പറയേണ്ടത്. ഇപ്പൊ യെസ് യെസ്. ഗുരുവായൂരായാലും തേക്കുംകാട് മൈതാനം എന്ന് പറയും, അന്ന് വടക്കുന്ന. ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ആകാ തേക്കുംകാട് മൈതാനത്ത് തേക്ക് കണ്ട് തെരഞ്ഞെടുക്കണം നമ്മൾ, തേക്ക് അവിടെയാണെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതല്ല അതിന്റെ ആ സ്ഥലത്തിന്റെ ഒരു വാല്യൂ ദൈവത്തിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനൊരു മോണിറ്ററി വാല്യൂ അല്ല. അപ്പൊ ഈ ദൗദി അതെ. ബോറാസും ഈ പറഞ്ഞ മാതിരി അഹമ്മദിയ മുസ്ലിംസ് അങ്ങനെ വേറെ കുറെ സെക്ടുകളും ഇതിൽ വന്നിട്ട് അവരും ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു യെസ്. വഖഫിന്റെ ഒരു ഡെഫിനിഷൻ വേണം. പിന്നെ സാറേ ഈ സൗദി അറേബ്യയിലും ഇറാനിലും ബാക്കിയുള്ള ഇസ്ലാമിക് രാജ്യങ്ങളൊന്നും ഇല്ലാത്ത അവിടെ എങ്ങനെയാണ് ഈ വഖഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടോ സാർ? അതെങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് സാർ? അല്ല സാർ, അവിടെ ഡിഫറെന്റ് ആണ് കേസ്. എന്ന് വെച്ചാൽ ഈ മുസ്ലിം റൂൾ എന്ന് പറയുന്ന ഈ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഭരണം നടക്കുന്നിടത്ത് വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഔക്കാഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നുവെച്ചാൽ ഓക്കെ. ഈ ബൈത്തുൽ മാൽ എന്ന് പറയും. അതായത് പൊതുകാര്യ വകുപ്പ്. അതായത് നമ്മുടെ ട്രഷറിയിലേക്ക്, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് എനിക്കൊരു ഏക്കർ ഭൂമി ദാനം ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മുടെ ട്രഷറിക്ക് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കുമ്പോഴാണല്ലോ അത് രാജ്യത്തിൻ്റെതാവുക. ഇവിടെ ആ അങ്ങനെയല്ല, ഗവൺമെന്റിനല്ല കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് അതാത് മതകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാൻ എന്ന നിജപ്പെടുത്തിക്കൊണ്ട് അത് ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ മാത്രം അധികാരമുള്ള, അതിന്റെ സംരക്ഷണം, അതിന്റെ മെയിന്റനൻസ് അത് കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡുകൾക്കാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം. അപ്പൊ ഉദാഹരണത്തിന് ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിക്കാണ് എന്റെ സ്വത്തിൽ നിന്ന് ഒരു 10 സെന്റ് ദാനം ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ.
അത് വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പള്ളി കമ്മിറ്റി പിന്നെ ചെയ്യുന്നത് അത് ഏറ്റെടുത്തിട്ട് ഇത് വഖഫ് ബോർഡിനെ ഇന്റിമേറ്റ് ചെയ്യാണ്. ഇതാ ഞങ്ങളുടെ മഹലിൽ ഇത്രാൻ നമ്പർ സർവേ നമ്പറിലെ 10 സെന്റ് ഭൂമി AP അഹമ്മദ് മാഷ് ദാനം ചെയ്തിരിക്കുന്നു, അത് വഖഫായി ഏറ്റെടുക്കണം. പിന്നെ അന്ന് മുതൽ വഖഫ് ബോർഡിന്റെ സ്വത്തായിട്ട് മാറുകയാണ്. അതുവഴി അത് എന്റേതും അല്ലാതാകുന്നു, രാജ്യത്തിന്റേതും അല്ലാതാകുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു ഏജൻസി ഇത് നടത്തിക്കൊണ്ട് പോവുകയാണ്. അവർക്കും പ്രയോജനമില്ല, രാജ്യത്തിനും പ്രയോജനമില്ല. ഞാനത് ദാനം ചെയ്യുന്നതിന്റെ പർപ്പസും സെർവ് ചെയ്യപ്പെടുന്നില്ല. ഇതാണ് നടക്കുന്നത്. ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ അത് പൊതു ഖജനാവിലേക്ക് പോവുകയാണ്. അത് ഒരുപാട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടെ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ പാലനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പാവങ്ങളെ പോറ്റാനും അഗതികൾക്ക് വേണ്ടിയും അതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ വകുപ്പുകളിൽ സോഷ്യൽ വെൽഫെയർ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇത് ബാധകമല്ല. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫ് സ്വത്തുക്കൾ ചെല്ലുന്നത് സർക്കാരിന്റെ പൊതു ഖജനാവിലേക്കാണ്. അതാണ് വ്യത്യാസം. ഇന്ത്യയിലെ ഒരു സ്ഥിതി അതല്ല. ഇന്ത്യയിലെ ഓരോ മത സമുദായങ്ങളും പ്രത്യേക ഭരണകൂടങ്ങളാണ്. അതാണ് പ്രശ്നം. സിവിൽ പ്രോപ്പർട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. സിവിൽ നിയമങ്ങൾ ഇസ്ലാമിന് ബാധകമുള്ളത് ഹിന്ദുവിന് ബാധകമല്ല, ഹിന്ദുവിന് ബാധകമായത് സെക്കുലർ ആയ ഒരു മനുഷ്യന് ബാധകമല്ല. ഇത് തന്നെയാണ്. അതായത് സമാന്തര ഭരണകൂടങ്ങളായിട്ട് ഇവിടുത്തെ മതസമൂഹങ്ങൾ മാറുകയാണ്. മാറ്റേണ്ടതാണ്. സിവിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതോടൊപ്പം വരേണ്ട രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മുറവിളി തന്നെയാണ് വഖഫ് സ്വത്തുക്കൾക്ക് മേൽ രാജ്യത്തിന് നിയന്ത്രണം വേണം. നമ്മുടെ മദ്രസകളിലും നമ്മുടെ പള്ളികളിലും സെക്കുലർ റൂളും ഭരണഘടനയും പഠിപ്പിക്കുകയും പാലിക്കുകയും വേണം. ഇത് ആ ഒരു അടിസ്ഥാന ആവശ്യത്തിന്റെ ഭാഗമാണ് ഈ നിയമനിർമ്മാണം. കണ്ടപ്പോൾ എനിക്ക് സാർ അത് അയച്ചു തന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം അത് മൗലികമായ ഒരു പരിഷ്കാരത്തിലേക്കുള്ള ഏറ്റവും ആരോഗ്യകരമായ ഒരു ചുവടുവയ്പ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൈ പൊള്ളും എന്നൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ മനസാക്ഷിയുള്ള മനുഷ്യന്മാര് ഇത്തരം നിയമപരിഷ്കാരങ്ങൾക്ക് കൂട്ടുനിൽക്കും എന്നാണ് എന്റെ വിശ്വാസം. അവരുടെ പിന്തുണ ഉണ്ടാവും. അതാണ് എനിക്ക് സാറേ ഇത് പറയാനുള്ള അവസാനമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഡിബേറ്റ് വേണം. ശരിയാണ്, ഗവൺമെന്റ് പറഞ്ഞ 40 അമെൻമെന്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം 40ഉം പാസ്സാവണമെന്നില്ല. ചിലപ്പോൾ 35 പാസ്സായി കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാർ തുടക്കത്തിൽ പറഞ്ഞു ട്രിബ്യൂണൽ. ശരി, ട്രിബ്യൂണൽ ഉണ്ടാവട്ടെ. പക്ഷേ ഈ ട്രിബ്യൂണൽ ഇപ്പൊ ഇൻകം ടാക്സ് ട്രിബ്യൂണൽ ഉണ്ട്. ഈവൻ നമ്മുടെ തർക്കങ്ങൾക്ക് ഹിന്ദുക്കളുടെ ഇതിലും ചില നമ്മുടെ പഞ്ചായത്ത് വെക്കുന്നു. ഗ്രാമപ്രദേശത്തൊക്കെ പണ്ട് പഞ്ചായത്തായിരുന്നു ലാസ്റ്റ് വേർഡ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഖാപ്പ് പഞ്ചായത്ത് എന്ന പരിപാടികളൊക്കെ ഉണ്ട്. അവർ കൊടുക്കുന്ന ഡിസിഷൻ വേറെയാണ്. പക്ഷെ അതൊരു ലീഗലി എൻഫോഴ്സിബിൾ ആണ് ആ ഏരിയയിൽ. അതൊരു കാര്യമുണ്ട്. സാറിന് അറിയില്ല, കണിപ്പാക്കം എന്ന് പറഞ്ഞിട്ട് ചിത്തൂർ അടുത്തൊരു അമ്പലമുണ്ട്. വളരെ പഴയ അമ്പലമാണ്, ഗണപതിയുടെ അമ്പലമാണ്. ആ ഗണപതി ഇങ്ങനെ ഓരോ കൊല്ലം ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ടിരിക്കുന്ന പറയാം. ഒരു ബെൽറ്റ് ഉണ്ട്, പക്ഷെ അത് പൊട്ടും എല്ലാ കൊല്ലം കഴിയുമ്പോൾ. പണ്ട് തൊട്ട് ആ ഏരിയയിലെ ജഡ്ജിമാര് ഈ ഗണപതിയുടെ മുമ്പ് പോയി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ജഡ്ജ് ആക്സെപ്റ്റ് ചെയ്യും. അതൊരു ഒരു ഒരു പുതുമയായിരുന്നു അന്ന്. ഞാൻ ബിലീവ് ചെയ്തു. ഞാൻ പിന്നെ അമ്പലത്തിൽ പോയി കണ്ട് 2 പ്രാവശ്യം പോയിട്ട് ഇതുവരെ ചോദിച്ചപ്പോഴാണ് അവരുടെ പൂജാരികൾ പറഞ്ഞു യെസ് കറക്റ്റ് ആണിത്. പക്ഷെ ഇപ്പോഴത്തെ നിയമത്തിൽ പോസിബിളി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മോദി ഗവൺമെന്റ് ഈ ട്രിപ്പിൾ തലാഖും ഈ പറഞ്ഞ മാതിരി മോദി ഗവൺമെന്റ് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ നാളെ യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ഡിസ്പ്യൂട്ടുകളും കുറെ ഇത് പറഞ്ഞ മാതിരി ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ഇത് ഇപ്പൊ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും മാത്രമല്ലാതെ നമ്മൾ പള്ളികളിൽ നമ്മൾ തർക്കം കണ്ടിട്ടുണ്ട്. ജാക്കോബായിട്ടും മാർത്തോമയും ഇവരും തമ്മിൽ ഉണ്ട് തർക്കമുണ്ട്. ഏതോ 150 കൊല്ലം പഴക്കമുള്ള തർക്കം, എപ്പോഴും അല്ല അത്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം ലോ അക്രോസ് ദ ബോർഡ്, ഏത് മതം ആവട്ടെ, ഒരു സ്ഥലം ഒരു ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനാവട്ടെ, അത് ശ്രീകൃഷ്ണനാവട്ടെ, അല്ലെങ്കിൽ രാമനാവട്ടെ, അല്ലെങ്കിൽ അപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തുനാവട്ടെ, ആർക്ക് കൊടുത്താലും ആ ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യണം. എനിക്കതാണ് മെയിൻ കംപ്ലൈന്റ്. ആ സ്ഥലം അടിച്ചു മാറ്റി ഈ പറഞ്ഞ മാതിരി കുറെ പേര് അവനവന്റെ സ്വന്തം ഇതിന് താല്പര്യത്തിന് ഉപയോഗിക്കുക, അത് ശരിയല്ല. അതൊരു മേജർ ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടിയാൽ തന്നെ വഖഫിന്റെ ഞാൻ പറയാം, ഹൈദരാബാദില് വഖഫിന്റെ 90% സ്ഥലം അടിച്ചു മാറ്റി സാറേ. എവിടെ നിൽക്കുന്ന മെയിൻ പ്രോപ്പർട്ടികള് ഹൈക്കോടതി വരെ പോയി കേസ്, സുപ്രീം കോടതി വരെ പോയി. ഇവിടെ ISB എന്ന ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് സെറ്റപ്പ് ചെയ്തു. 400 ഏക്കറാണ്. അപ്പൊ അവര് വന്ന് പറഞ്ഞു ഇത് വഖഫിന്റെ ലാൻഡ് ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ആരും അത് എഴുതി വെച്ചില്ല, ശരിക്കും എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ചന്ദ്രബാബു നായിഡു അന്ന് മുഖ്യമന്ത്രി, അയാൾ കൊടുത്തു ISBക്ക്. നല്ല കാര്യത്തിനാണ് കൊടുത്തത്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പണിയാൻ വേണ്ടി. പക്ഷെ ഈ പറഞ്ഞ മാതിരി അതിന്നൊരു മോണറ്റൈസേഷൻ, കാശ് ഈ പള്ളിയായാലും ഈ മദ്രസകളായാലും ഇതെല്ലാം നടത്താൻ വേണ്ടി. എനിക്ക് ഓർമ്മയുണ്ട് സാർ ഒരാഴ്ച 2 ആഴ്ച മദ്രസകളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എന്താണ് തിങ്കിങ് പ്രോസസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. അതൊരു എഡ്യൂക്കേഷൻ ആണ് ആൾക്കാർക്ക്. ബിക്കോസ് എല്ലാവരും വിചാരം മദ്രസയിൽ വെറും റിലീജിയസ് എഡ്യൂക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. UPയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് മദ്രസയിൽ, അസ്സാമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ബ്രിട്ടീഷുകാർ വിട്ടുപോയി പിന്നെ നെഹ്റു ചെയ്ത ചില തെറ്റുകളൊക്കെ
ഓരോന്നായിട്ട് ഈ മോദി സർക്കാർ 10 കൊല്ലം ഇപ്പൊ 11ാമത്തെ കൊല്ലത്തേക്ക് വരുമ്പോൾ കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സാറിന് ഈ നമ്മുടെ ഡിസ്കഷൻ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ സാറിന് ഇതിനെ പറ്റി ഇനിയും കുറച്ചും കൂടി പറയാൻ അഫ്കോഴ്സ് നമുക്ക് വേറൊരു ഡിബേറ്റ് നടത്തേണ്ടി വരും ഈ 40 ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ സാറിന്റെ ഒരു നമ്മൾ തന്നെ സാർ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഈ വിഷയം ഇനിയും ഇരിക്കാം സാർ. എനിക്ക് നല്ല താല്പര്യമുള്ള കൗതുകമുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഒരു നാഷണൽ ഡിബേറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ABC ഫ്ലോറിൽ ഈ ഡിസ്കഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് താല്പര്യമുള്ള തൽപര കക്ഷികളായ പലതരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള കക്ഷികളെ നമ്മൾ ഈ ചർച്ചയിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും. ഒരു പക്ഷേ സുരേഷ് കൊച്ചാട്ടിൽ സാർ ചെയ്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലയാളത്തോട് ആദ്യമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഗൗരവപ്പെട്ട ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്, രാജ്യത്തിന്റെ സുപ്രധാനമായ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത് എന്ന് ഉന്നയിക്കാൻ സാറ് സഹായിച്ചു. സാർ അതിന് മുൻകൈ എടുത്തു എന്ന സന്തോഷം പങ്കിട്ടുകൊണ്ട് സാറിന് ഈ ഡിബേറ്റ് ആരംഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ചർച്ചയുടെ ആമുഖം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.